മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നാവിൽ അസ്ഥികളില്ല, എന്നാൽ അതിന് ഒരാളുടെ ഹൃദയത്തെ തകർക്കാൻ കഴിയും. അതിനാൽ നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. നിങ്ങൾ ഒരിക്കലും ഭൂതകാലത്തിൻ്റെ തടവുകാരാവരുത്. കഴിഞ്ഞുപോയത് ഒരു പാഠമായിരുന്നു. പ്രതികാരത്തിനായി ഒരിക്കലും സമയം പാഴാക്കരുത്. നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് അവരുടെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. ഭക്തരെ, ജീവിതത്തിൽ ഒരു പരിധിക്കപ്പുറം താഴരുത്. അടിമയെപ്പോലെ ജീവിക്കരുത്. അഭിമാനത്തോടെ ജീവിക്കുക. അർഹതയുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളെ തേടിയെത്തും. അമിത ചിന്തയാണ് ദുഃഖത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. ഭക്തരെ, ആരുടെയും സ്നേഹത്തിന് അടിമപ്പെട്ടു പോകരുത്. അവരുടെ പെരുമാറ്റത്തിലെ ചെറിയ വ്യത്യാസം പോലും നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കും. വിശ്വാസവും ശ്വാസവും ഒരുപോലെയാണ്. ഒരിക്കൽ നിലച്ചാൽ പിന്നെ അതിന് ജീവനുണ്ടാകില്ല. തെറ്റുകൾ കൊണ്ടല്ല, തെറ്റിദ്ധാരണകൾ കാരണമാണ് പല ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്നതും പിന്നീട് കാലക്രമേണ ഇല്ലാതാകുന്നതും. കണ്ണിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ചെവിയിൽ കേൾക്കുന്നത് വിശ്വസിക്കുന്നവരാണ് മനുഷ്യരിൽ പലരും. അതിനാൽ സത്യം മനസ്സിലാക്കി മാത്രം പ്രതികരിക്കുക. ഭക്തരെ, ഹൃദയബന്ധം ഇല്ലെങ്കിൽ രക്തബന്ധം പോലും അർത്ഥശൂന്യമാണ്. ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കരുത്. മറിച്ച് നല്ലൊരു കേൾവിക്കാരനാകുക. അതിനേക്കാൾ നന്നായി അത് മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങളിൽ അണയ്ക്കേണ്ട കനലുകൾ നിങ്ങളിൽ തന്നെ അണയ്ക്കുക. അതൊരിക്കലും പകർന്നു കൊടുക്കരുത്. താഴ്ന്നു കൊടുക്കുക, നിങ്ങളെ അംഗീകരിക്കുന്നവർക്ക് മുന്നിൽ. എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നടക്കണം. തോൽവി ജീവിതത്തിൽ സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങളുടെ തോൽവി കാണാൻ കൊതിച്ചു നിൽക്കുന്നവരുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത്. നിങ്ങൾ ശരിയെന്ന് ഉറപ്പുള്ള കാലത്തോളം നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ച് മുന്നോട്ടു പോവുക. കാരണം മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെയാണ് ജീവിച്ചു തീർക്കേണ്ടത്. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.